ഹായ് ഓൾ, വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. PSC എക്സാംസിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലെ മിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ കയറി അങ്ങ് അറ്റംപ്റ്റ് ചെയ്യും. പക്ഷെ നമുക്കറിയാം നെഗറ്റീവ് മാർക്സ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം മിക്കവർക്കും ഈ നെഗറ്റീവ് മാർക്സ് അങ്ങ് കയറി വരും. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറാണ്ട് വരുന്ന കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പോർഷൻ എടുക്കാമെന്ന് വിചാരിച്ചത്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് എന്തോ ഒരു തെറ്റുണ്ട്. അതാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ. അപ്പോൾ ഇതിനകത്തുള്ള തെറ്റ് ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് അല്ല, വെയിറ്റ്സ് ആണ് കേട്ടോ. വെയിറ്റ്സ് ഫോർ നോ മാൻ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം? കാരണം എന്ന് വെച്ചാൽ ഈ ആൻഡ് ഉണ്ടല്ലോ, ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് സബ്ജക്റ്റ്, അതായത് ടൈമിനെയും ടൈറ്റിനെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു വേർഡാണ് ആൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സബ്ജക്ട്സ് സെയിം ആശയമാണ് തരണമെങ്കിൽ ഇവിടെ സെയിം ആശയമല്ല, അതായത് രണ്ടുപേരും ഇറ്റ് ഇസ് വെയിറ്റ് ഫോർ നോ മാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ ആശയമാണ് നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ വെർബിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു എസ് ചേർക്കണം. അതായത് വെർബിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ വെയിറ്റ്സ് എന്ന് പറയാൻ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവ്രിബഡി ഹാവ് കം ടു ദി ക്ലാസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിൽ എന്ത് മിസ്റ്റേക്കാണ് ഉള്ളത്? എവ്രിബഡി ഹാവ് അല്ല, ഇറ്റ് ഇസ് ഹാസ്. ഹാസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ കാര്യം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലത്തെ വാക്കുകൾ എവ്രിബഡി അല്ലെങ്കിൽ ഐദർ, നൈദർ, ഈച്ച്, സംബഡി, സംവൺ, നോ വൺ, നൺ, ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കണം. അപ്പം ഇങ്ങനത്തെയുള്ള എല്ലാ വേർഡ്സിനും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഇതിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിംഗുലർ ആയിട്ടായിരിക്കും. അപ്പോൾ എവ്രിബഡി ഹാസ്ന്നേ നമ്മൾ പറയുള്ളൂ, ഹാവ് എന്ന് പറയില്ല കേട്ടോ. ഇതും കോമൺ ആയിട്ട് PSCക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ ആസ് 3 other ministers ആർ വിസിറ്റിംഗ് ടു ദി പ്ലേസ് ടുഡേ. അപ്പോൾ ഇവിടെ എന്താ തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആറല്ല യൂസ് ചെയ്യേണ്ടത്, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എസ് ആണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് നോക്കുക. നമ്മുടെ സബ്ജക്റ്റ് ആരാ? ചീഫ് മിനിസ്റ്റർ ആണ്. അതായത് ആസ് വെൽ ആസിനേക്കാളും മുമ്പുള്ള ഫസ്റ്റ് സബ്ജക്റ്റ്, അതായത് ചീഫ് മിനിസ്റ്റർ. 3 മിനിസ്റ്റേഴ്സിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഫസ്റ്റ് സബ്ജക്റ്റിനെ നമ്മൾ നോക്കുക. അത് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ എസ് യൂസ് ചെയ്യാൻ കാര്യം കേട്ടോ. അതുപോലെ തന്നെ ആസ് വെൽ ആസ്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, അക്കംപനീഡ് ബൈ, ഇങ്ങനെയുള്ള എല്ലാ വേർഡ്സും നമ്മൾ വരണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ സബ്ജക്റ്റ് ഫസ്റ്റ് സബ്ജക്റ്റ് വേണം നമ്മൾ എപ്പോഴും നോക്കാൻ. അതനുസരിച്ചിട്ടായിരിക്കും വെർബ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആയതുകൊണ്ടാണ് ഞാനിവിടെ എസ് യൂസ് ചെയ്യാൻ കാര്യം. അതേസമയം എൻ്റെ ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആയിരുന്നെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആറായിരുന്നല്ലേ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നൈദർ ദ ചെയർമാൻ നോർ ദി മെമ്പേഴ്സ് ഹാസ് കം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് അല്ല, നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാവ് ആണ്. എന്തുകൊണ്ട് ഹാവ് യൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വേർഡ്സ്, അതായത് നൈദർ നോർ അല്ലെങ്കിൽ ഐദർ ഓർ അല്ലെങ്കിൽ നോട്ട് ഓൺലി, അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെ എടുക്കണം. നമ്മുടെ സെക്കൻഡ് സബ്ജക്റ്റ് ഏതാ? ചെയർമാനും ഉണ്ട്, മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയതുകൊണ്ട് ഞാൻ ഹാസ് ഉപയോഗിക്കാൻ പാടില്ല, അതിന് പകരം ഹാവ് യൂസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഹാവ് കം. എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഹാവ് കം. ഇവിടെ നമ്മുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഹാവ് അല്ല, ഹാസ് ആണ്. എന്തുകൊണ്ട് ഹാസ് യൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്താ? ഇതെന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആണ്. അപ്പോൾ കളക്റ്റീവ് നൗണിന് ശേഷം വരേണ്ടത് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഒരു ഡസൻ പറയാം, അല്ലെങ്കിൽ ഫോക്ക് ഓഫ് എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കളക്റ്റീവ് നൗൺ ആണ്. അപ്പോൾ കളക്റ്റീവ് നൗണിന് ശേഷം എപ്പോഴും വരേണ്ടത് എന്ത് വേണം? നമ്മളെപ്പോഴും അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് സിംഗുലർ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഹാസ് ആയിട്ട് എടുക്കാൻ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലാക്ക് പാൻസ് ഇസ് വെരി ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട്. ബ്ലാക്ക് പാൻസ് ഇസ് വെരി ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട്. ഇതിലത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇസ് അല്ല, ആറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലാക്ക് പാൻസ് അല്ലെങ്കിൽ ട്രൗസേഴ്സ്, സിസേഴ്സ്, അതായത് ഒന്നിക്കൂടുതൽ തോന്നുന്ന സാധനങ്ങൾ, അതായത് ട്രൗസേഴ്സ്, സിസേഴ്സ്, പിന്നെ ഇതൊക്കെയാണ് വരുന്നത്, ഷൂസ്, ഇങ്ങനെയുള്ള വേർഡ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് നമ്മളിതിനെ പ്ലൂറലായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഒന്നിൽ കൂടുതലായിട്ടായിരിക്കും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആറ് യൂസ് ചെയ്യാൻ കാര്യം. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. വൺ ഓഫ് ദി ബോയ് കംസ് ഹിയർ.
ഇതിലെന്തായിരിക്കും മിസ്റ്റേക്ക് ഉള്ളത്? വൺ ഓഫ് ദി ബോയ് അല്ല, വൺ ഓഫ് ദി ബോയ്സ്. എന്താ കാര്യം എന്ന് വെച്ചാൽ വൺ ഓഫ് ദി എന്നുള്ള വേർഡിന് ശേഷം വരേണ്ടത് എപ്പോഴും എന്തായിരിക്കും? നൗണിന്റെ പ്ലൂറൽ ഫോം ആയിരിക്കണം. അതായത് നൗൺ എന്ന് പറയുന്നത് ഇവിടെ ബോയ് ആണല്ലോ, അതിന്റെ പ്ലൂറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോയ്സ് വേണം വരാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.